സ്പോട്ട് ലൈവ് തുടരുന്നു. നെന്മാറ വല്ലങ്കി വേല വെടിക്കെട്ടിന് അനുമതിയില്ല. വെടിക്കെട്ട് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് ദേശങ്ങൾ നൽകിയ അപേക്ഷ പാലക്കാട് ജില്ലാ ഭരണകൂടം നിരസിച്ചു. ഹൈക്കോടതിയെ സമീപിക്കാനാണ് നെന്മാറ ദേശവേല കമ്മിറ്റികളുടെ തീരുമാനം. ഏപ്രിൽ 2-നാണ് നെന്മാറ വല്ലങ്കി വേല. എസ് വിനേഷ് കുമാർ ചേരുന്നു പാലക്കാട് നിന്ന് വിശദാംശങ്ങളുമായി. വിനേഷ്, നെന്മാറ വല്ലങ്കി വേല വെടിക്കെട്ട് അത് വളരെ ചരിത്രപ്രസിദ്ധമായിട്ടുള്ളതാണ്, കാലാകാലങ്ങളായി നടക്കുന്നതാണ്. ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ജില്ലാ ഭരണകൂടം ഇതിനുള്ള അനുമതി നിഷേധിച്ചിരിക്കുന്നത്? ടോം, സാധാരണ ഇത്തരത്തിൽ വെടിക്കെട്ടിനുള്ള അനുമതി 2 മാസം മുമ്പെങ്കിലും അപേക്ഷ നൽകേണ്ടതുണ്ട്. കാരണം ഇതിന്റെ ദുരന്ത നിവാരണ വിഭാഗത്തിന്റെ കൃത്യമായ ഒരു മുന്നൊരുക്കത്തിന്റെ ഭാഗമായി അതിന് പരിശോധന നടത്തേണ്ടതുണ്ട്. ഈ 2 മാസത്തെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി തന്നെ അത് വൈകിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും കൊടുക്കേണ്ടതില്ല എന്നുള്ളൊരു നിലപാടിലേക്ക് ജില്ലാ ഭരണകൂടത്തിന് എത്താൻ കഴിയും. അങ്ങനെയൊരു തീരുമാനമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. നെന്മാറ വല്ലങ്കി വേലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വെടിക്കെട്ടിനുള്ള അനുമതിയുടെ അപേക്ഷ കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് ജില്ലാ കലക്ടർക്ക് ലഭിക്കുന്നത്, ജില്ലാ ഭരണകൂടത്തിന് ലഭിക്കുന്നത്. ഇതനുസരിച്ച് ഇത് സാധാരണ പോലെ തന്നെ 2 മാസം മുമ്പ് കൊടുക്കാൻ തയ്യാറായില്ല. അതുകൊണ്ടാണ് അനുമതി നിഷേധിച്ച് എന്നാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. ഏപ്രിൽ 1, 2, 3 തീയതികളിലാണ് നെന്മാറ വല്ലങ്കി വേലയുള്ളത്. അതിൽ ഏപ്രിൽ 1-ന് സാമ്പിൾ വെടിക്കെട്ടാണ് നടത്തുക. 2-ന് പ്രധാന വെടിക്കെട്ട്, 2-ന് രാത്രിയിലാണ് പ്രധാന വെടിക്കെട്ട്. 3-ാം തീയതിയാണ് പുലർച്ചെ ആണ് അടുത്ത വെടിക്കെട്ട് നടക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു 2 മാസം മുമ്പ് തന്നെ ഈ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലങ്ങളും അതിന്റെ പരിസര പ്രദേശങ്ങളും എല്ലാം തന്നെ കൃത്യമായി പരിശോധിക്കാൻ ദുരന്ത നിവാരണ വകുപ്പിന് കഴിയും, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള അധികാരമുണ്ട്. പക്ഷേ അതനുസരിച്ചുള്ള ഇതിന്റെ കൃത്യമായി തന്നെ ഈ 2 മാസം മുമ്പെങ്കിലും അപേക്ഷ കൊടുത്താൽ മാത്രമേ ഇത് പരിശോധിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ഇതിൽ അനുമതി നൽകാൻ കഴിയില്ല. ഈ ദേശ കമ്മിറ്റികൾക്ക്, അതായത് നെന്മാറ വല്ലങ്കി ദേശ കമ്മിറ്റികൾക്ക് ഹൈക്കോടതിയെ സമീപിക്കാം എന്നാണ് ജില്ലാ കലക്ടർ വ്യക്തമാക്കിയിട്ടുള്ളത്. അതനുസരിച്ച് ഈ കമ്മിറ്റികൾ ഹൈക്കോടതിയെ സമീപിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതായത് വിനേഷ്, ഈ ദേശ കമ്മിറ്റികളുടെ ഒരു വീഴ്ചയാണോ ഈ അനുമതി നിഷേധിക്കാനുള്ള കാരണമായത്? വിനേഷ് സൂചിപ്പിച്ചതുപോലെ 2 മാസം മുൻപ് അപേക്ഷ സമർപ്പിക്കേണ്ടതായിരുന്നു. പക്ഷെ അവർ ഈ അപേക്ഷ സമർപ്പിക്കാൻ വൈകിയതാണ് ഇതിന് ഈ അനുമതി നിഷേധിക്കാനുള്ള കാരണമായി, അല്ലെങ്കിൽ ഒരു വാദമായി പാലക്കാട് ജില്ലാ ഭരണകൂടം ഉന്നയിക്കുന്നത്. ഇനി ഹൈക്കോടതിയെ സമീപിക്കുകയാണെങ്കിൽ അതിനുള്ള അനുമതി ലഭിക്കാനുള്ള സാധ്യതയുണ്ടോ? പ്രത്യേകിച്ചും ഈ സമീപകാലത്താണ് തൃപ്പൂണിത്തുറയിൽ വെടിക്കെട്ട് അപകടമുണ്ടായത്. ഇത്തരം വെടിക്കെട്ട് അപകടങ്ങളെല്ലാം പശ്ചാത്തലത്തിൽ ഹൈക്കോടതി മരട് വെടിക്കെട്ടിന് വരെയും അനുമതി നിഷേധിച്ചതാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇനിയൊരു സാധ്യതയുണ്ടോ? ഹൈക്കോടതിയെ സമീപിച്ചാൽ ഈ വെടിക്കെട്ട് അനുമതി ലഭിക്കാനുള്ള സാധ്യതയുണ്ടോ വിനേഷ്? ടോം, ADM ആണ് ഇത് സംബന്ധിച്ച് അനുമതി നിഷേധിച്ചത്. അനുമതി നിഷേധിക്കാനുള്ള അധികാരം അദ്ദേഹത്തിനുണ്ട്. അതിൽ പറയുന്ന 2 കാര്യങ്ങൾ, അതായത് റിസ്ക് അസൈൻമെന്റ് പ്ലാൻ എന്നും ഓൺ സൈറ്റ് എമർജൻസി പ്ലാൻ എന്നിവ പ്രകാരമുള്ള മുന്നൊരുക്കങ്ങൾ നടത്തണമെന്നാണ് ADM പറയുന്നത്. ആ മുന്നൊരുക്കം നടത്താനുള്ള സമയം ഈ 2 മാസം വേണം. അതിൽ കൊണ്ട് തന്നെ ഈ 2 മാസത്തേക്ക് ഇനിയില്ല, ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് വേല നടക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്രയും മുന്നൊരുക്കങ്ങൾ നടത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയെ സമീപിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ വേല കമ്മിറ്റിക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. ജില്ലാ ഭരണകൂടം നിലവിൽ ഇത്തരത്തിലൊരു അനുമതി കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നീട് ഒരു കീഴ്വഴക്കമായി മാറും. നിലവിലെ നിയമം ഇത് അനുശാസിക്കുന്നില്ല എന്നും ADM പറയുന്നുണ്ട്. എന്തായാലും ഇതിൽ വേല കമ്മിറ്റിയുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് വീഴ്ചയുണ്ടായിട്ടുള്ളത്. കാരണം 2 മാസം മുമ്പ് അപേക്ഷ നൽകേണ്ടത് അവർ ഇതുവരെയും അപേക്ഷ നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു നടപടി ഈ രീതിയിലേക്ക് മാറിയതെന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് മാത്രമല്ല, ഈ പാലക്കാട് ജില്ലയിലെ തന്നെ 2 മറ്റ് ക്ഷേത്രങ്ങൾക്കും ഇതുപോലെ തന്നെ വെടിക്കെട്ടിനുള്ള അനുമതി നിഷേധിച്ചിട്ടുണ്ട്. അവർക്കും ഹൈക്കോടതിയിൽ പോകാം എന്നാണ് ADM പറയുന്നത്. എന്തായാലും ജില്ലാ ഭരണകൂടം ശക്തമായൊരു നടപടിയുമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഒരുപക്ഷെ ഇനി ഹൈക്കോടതി ഇതിൽ എന്ത് തീരുമാനമെടുക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ വൈകിക്കഴിഞ്ഞാലും ഹൈക്കോടതി അനുമതി നൽകാറുണ്ടായിരുന്നു. അനുമതി നൽകുന്ന കാര്യം പുനഃപരിശോധിക്കണമെന്ന് ഈ ജില്ലാ ഭരണകൂടങ്ങളെ ഹൈക്കോടതി പറയാറുണ്ട്. അതനുസരിച്ച് പിന്നീട് അനുമതി ലഭിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. ഈ നെന്മാറ വല്ലങ്കി വേലയ്ക്ക് പോലും അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഹൈക്കോടതിയുടെ നിലപാട് തന്നെയാണ് നിർണായകമാവുക. ടോം, വിനേഷ്, ഒരുപക്ഷെ ഹൈക്കോടതി ഇപ്പോഴത്തെ പല സംഭവങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഹൈക്കോടതി ഇത്തരം വെടിക്കെട്ടുകൾക്ക് ഇപ്പോൾ അനുമതി നൽകുന്നില്ല. പ്രത്യേകിച്ച് എറണാകുളത്ത് വളരെ ജനസാന്ദ്രത കൂടിയ പ്രദേശമാണ്. അതുകൊണ്ടായിരിക്കാം
അങ്ങനെയുള്ള അനുമതി നിഷേധിക്കുന്നത്. പക്ഷേ ഈ നെന്മാറ വല്ലങ്ങി വേല കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നടക്കുന്ന വെടിക്കെട്ടാണ്, ഒരു ആചാരത്തിന്റെ ഭാഗമാണ്. ഇനി ഒരു പക്ഷേ ഹൈക്കോടതിയെ സമീപിക്കുമ്പോഴും അവർക്ക് അനുകൂലമായൊരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ വലിയൊരു പ്രതിഷേധത്തിന് സാധ്യത ഉണ്ടാകുമോ? തീർച്ചയായും പ്രതിഷേധത്തിന് സാധ്യതയുണ്ടാവും. കാരണം ഇത്തരത്തിലുള്ള ഈ വേല കമ്മിറ്റികളും അതിന്റെ പരിസരത്തുള്ള അതിന്റെ വിശ്വാസികളും നാട്ടുകാരുമായ വലിയൊരു ആൾക്കൂട്ടം തന്നെയാണ് സാധാരണയായിട്ട് ഈ വേല സംഘടിപ്പിക്കുന്നതും അത് നടത്തുന്നതും അതിൽ പങ്കാളികളാവുന്നതും എല്ലാം. സ്വാഭാവികമായും നമുക്കറിയാം, ഇതിനൊരു അനുമതി നിഷേധിച്ചാൽ ഒരുപക്ഷെ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് കൂടി ഇങ്ങനൊരു നടപടി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ പ്രതിഷേധം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലമാണ്, അതുകൊണ്ട് തന്നെ അത് സർക്കാരിന് എതിരെ ഉൾപ്പെടെ വരാനുള്ളൊരു സാധ്യത കൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. കാരണം നിലവിൽ ഈ കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് ഈ വേല നടത്തുന്ന നെന്മാറ വല്ലങ്ങി ദേശ കമ്മിറ്റികളുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് വീഴ്ച ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ ഏപ്രിൽ 1, 2, 3 തീയതികളിൽ വെടിക്കെട്ട് നടക്കുകയാണെങ്കിൽ അത് ഏകദേശം ഒരു ഫെബ്രുവരിയിലെങ്കിലും അല്ലെങ്കിൽ ജനുവരി അവസാനമെങ്കിലും ഇത്തരത്തിൽ 2 മാസം മുമ്പ് എന്ന് പറയുമ്പോൾ ആ ഒരു കാലയളവിൽ അനുമതിക്ക് വേണ്ടി ശ്രമിക്കേണ്ടതായിരുന്നു. പക്ഷേ അത്തരത്തിലുള്ളൊരു നീക്കം അവരുടെ ഭാഗത്തുനിന്നുണ്ടായ മിക്ക ക്ഷേത്ര കമ്മിറ്റികളും ഇങ്ങനെ ചെയ്യാറുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. സാധാരണ 2 മാസം എന്നുള്ളത് കൃത്യമായി പാലിക്കുന്ന ക്ഷേത്ര കമ്മിറ്റികൾ നിരവധിയുണ്ട്. പക്ഷേ ഇത് പാലിക്കാതെ പോകുന്നവരുമുണ്ട്. കാരണം ഇതിന് അപേക്ഷ തയ്യാറാക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക് ഒന്നുമല്ല ഈ ക്ഷേത്ര കമ്മിറ്റികളെ സംബന്ധിച്ചിടത്തോളം. അവർക്ക് ഇതിൽ ചെയ്തു കൊടുക്കാവുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷേ ഇത് എന്തുകൊണ്ടോ വൈകി. ആ കാര്യം എന്തായാലും നമ്മൾ ഈ കമ്മിറ്റി അധികൃതരുമായി സംസാരിച്ചപ്പോൾ അവരത് സാധാരണ അത്ര വലിയ വിഷയമില്ല, ഇത് ഹൈക്കോടതിയിൽ നിന്ന് അനുമതി ലഭിക്കും എന്നാണ് പറഞ്ഞത്. എന്തായാലും ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഇപ്പോൾ ഇത് കോടതിയുടെ പരിഗണനയിൽ ഉള്ളതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഇപ്പോൾ പ്രതികരിക്കാനില്ല എന്നും നെന്മാറ വല്ലങ്ങി ദേശ കമ്മിറ്റിക്കാർ പറയുന്നുണ്ട്. എന്തായാലും തൃശ്ശൂരിൽ ഇതുപോലെ തന്നെ ഒരു ക്ഷേത്രത്തിന് ഇതുപോലെ തന്നെ വെടിക്കെട്ടിനുള്ള അനുമതി നിഷേധിച്ചിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ ഈ അപേക്ഷ കൊടുക്കുന്നത് വൈകിയത് കൊണ്ടാണ്. ഇത്തരത്തിൽ അപേക്ഷ കൊടുക്കുന്നത് വൈകിക്കഴിഞ്ഞാൽ പിന്നെ ജില്ലാ ഭരണകൂടം ഏതെങ്കിലും തരത്തിൽ ഇതിന് അനുമതി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് വിവാദമാവും. മറ്റാരെങ്കിലും കോടതിയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സർക്കാരിനെതിരെയും ഒപ്പം തന്നെ ജില്ലാ ഭരണകൂടത്തിനെതിരെയും വലിയ തിരിച്ചടി ഉണ്ടാവാനുള്ള സാധ്യത കൂടിയുണ്ട്. ഇത് കണക്കിലെടുത്തുകൊണ്ട് കൃത്യമായൊരു നിയമം പാലിക്കുക മാത്രമാണ് ADMന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. കാരണം ഇനി തീരുമാനമെടുക്കേണ്ടത് ഹൈക്കോടതിയാണ്. കാരണം ഇത്തരത്തിൽ ക്ഷേത്രത്തിലെ വെടിക്കെട്ട് ആചാരങ്ങൾ, ഉത്സവങ്ങൾ ഇതുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ഏറെക്കുറെ സർക്കാരിൽ നിന്നേക്കാൾ കൂടുതൽ കോടതിയാണ് പലപ്പോഴും ഇടപെടാറുള്ളതും കാര്യങ്ങൾ തീരുമാനിക്കുന്നതും. കാരണം നമുക്കറിയാം, ഈ വെടിക്കെട്ടിന്റെ ഒരു പശ്ചാത്തലത്തിൽ വെടിക്കെട്ടിൽ നിരവധി വിഷയങ്ങൾ, അതായത് നിരവധി ആളുകൾക്ക് ജീവഹാനി സംഭവിച്ചൊക്കെ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് തന്നെ ഇത് വ്യക്തമാണ്.